ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ്? അവരെന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്? യെസ്, അവരുടെ എനർജി, അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്. മൈസർ എന്ന് പറയുന്ന ഒരു കാർഡ് പിശുക്കുള്ള ഒരു വ്യക്തി എന്നുള്ളത് പോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് ധനമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട്. പക്ഷെ അത് ആ വ്യക്തി കാണിക്കുന്നില്ല. അതായത് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടേത്. ചിലപ്പോൾ സ്നേഹമില്ല ആ ഒരു വ്യക്തിക്ക് എന്ന് തന്നെ ആയിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത്. അതിൻ്റെ കാരണവും ഇവിടെ പറയുന്നുണ്ട്, പൊളിറ്റിക്സ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുക. ചിലപ്പോൾ അവരെക്കുറിച്ച് മോശമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരിക. ഇതുപോലത്തെ കുറേ സിറ്റുവേഷൻസ് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ പറയുന്നത് ഈ ഒരു വ്യക്തി വിശ്വസിക്കുകയായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ എന്നറിഞ്ഞിട്ടും ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ വിശ്വസിക്കാനായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടം. അപ്പോൾ അവിടെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളോട് കുറച്ച് ദേഷ്യവും ഈ ഒരു വ്യക്തിക്കുണ്ട് ഇവിടെ. എന്നാലും ഈ ഒരു വ്യക്തി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്. ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആധിക്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കരുതി മാറി നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവരെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കൺട്രോളും നിങ്ങളെ തമ്മിൽ പിരിച്ചിട്ടുണ്ടായിരിക്കാം. അവർ ഈ ഒരു വ്യക്തിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ കൺട്രോളിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ അടുത്ത് ഒരുപാട് ഇമോഷണലി അടുപ്പമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വ്യക്തിയിലെ സ്വാധീനമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോകുന്നത്. അതായത് മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേരും തെറ്റിദ്ധാരണകൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത്. യെസ്, പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തുറന്നു പറയാനും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഇപ്പോൾ ആ വ്യക്തിയോടുള്ള വിചാരം? നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കരുതി വേറെ പോയിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങൾക്ക് അവരോട് ദേഷ്യമാണോ എന്നുള്ളതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ എന്തായാലും അവർക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ഇപ്പോൾ തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ടുണ്ടായിരിക്കാം. കാരണം അതുകൊണ്ടാണല്ലോ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോയതിന് ശേഷം അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തന്നെ അവർക്ക് ശരിക്കുള്ള ഇൻഫോർമേഷൻ എന്താണ്, ശരിയായ സത്യം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രമല്ല, ഇവിടെ ചില സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി മനസ്സിലാക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ വെറുതെ തുടങ്ങുകയല്ല, നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ അങ്ങനെയൊന്നും അല്ല, കേട്ടതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തി കുറച്ച് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്.
അതായത് ഈ ഒരു പേഴ്സണ് അറിയാമായിരുന്നിരിക്കണം നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയുന്നത് പോലെ അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല ഈ ഒരു ജീവിതത്തിൽ എന്നൊക്കെ ഇവർക്കറിയാം. എന്നിട്ടും അവരുടെ പിറകെ ഈ ഒരു വ്യക്തി പോയി, അല്ലെങ്കിൽ അവർ പറയുന്നത് വിശ്വസിക്കാൻ ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നല്ല ഈഗോയുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് വേറൊരാൾ മധ്യസ്ഥത്തിന് വിളിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചിന്ത വേറൊരാൾ വഴിയായിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇനി ഇത് വാച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡിവോഴ്സ് അതിൻ്റെയൊക്കെ വക്കീലായിട്ട് ചിലപ്പോൾ ഒരു കൗൺസിലറിൻ്റെ സഹായം തേടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട്. പക്ഷേ ഇവർക്ക് ഒരുപാട് പാഷനുണ്ട് നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ പിറകെ ഓടി വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വേണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത്. അതായത് വളരെ പെട്ടെന്ന് വളരെ പാഷനേറ്റായിട്ട്, ഇവിടെ പാഷൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ വിട്ടുകളയുന്നത്, അല്ലെങ്കിൽ ഇനി വേറൊരാളെ അതിന് പകരമായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതായിട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു വ്യക്തി. ഇപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഇപ്പോൾ വേറൊരു മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേർക്കും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയോടായിരിക്കും ഈ ഒരു വ്യക്തി ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. പുതിയതായിട്ട് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കും, പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ് ഈ ഒരു വ്യക്തിക്ക്. കാരണം ഈ ഒരു വ്യക്തി ആക്ഷൻ എടുത്തോ അല്ലെങ്കിൽ സംസാരിച്ചോ തുടങ്ങും, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു സംസാരം അവിടെ ഉണ്ടാവില്ല. ഒന്നുകിൽ പകുതിക്ക് വെച്ച് നിർത്തും, അല്ലെങ്കിൽ വഴക്കുകളുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഇതിന് മുമ്പൊക്കെ ഇവർ അയച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആ ഒരു സംഭാഷണമല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, ചൂസ് വൈസ്ലി. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഈ ഒരു വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുമ്പോൾ, ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കോൺവെർസേഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള സംസാരമാണോ അവിടെ ഉണ്ടാവുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം ഇവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമോ എന്നതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അകന്നു പോകുമ്പോൾ ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണെന്നൊക്കെ ഇവർ ചിന്തിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ലൈഫ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇനി കിട്ടുമോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചിന്ത എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്താണോ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കാരണം അവർക്ക് അറിയാം നിങ്ങളെക്കാൾ നല്ലൊരു വ്യക്തിയെ അവർക്കിനി കിട്ടുകയില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ നിങ്ങളിലേക്ക് വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. അപ്പോൾ എന്നാലും ഈ ഒരു വ്യക്തിയെ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂട്ടുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് ഒരുപാട് പാഷനുണ്ട്. ഇവിടെ പരസ്പരം അറിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് പറയുകയാണ്, ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ തെറ്റിദ്ധാരണകളുണ്ടാവും. ഇപ്പോഴും ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങൾ കുത്തി പറയുന്നൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നിങ്ങളെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതൊരു ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ആണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ബഹുമാനം അർഹിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവിടെ ഒരു ബഹുമാനം കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഈ ഒരു വ്യക്തി സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബഹുമാനം ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. ഇവിടെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് എപ്പോഴും
ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും കുറച്ച് വഴക്കുകളൊക്കെ എപ്പോഴും റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഹീലിങ്ങിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് ലെസൺസ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഹൃദയം മുറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ, എന്നിട്ടും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തിയോട് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാകുന്നുണ്ട്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, എല്ലാം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ യൂണിവേഴ്സ് എല്ലാം നടത്തിത്തരാൻ പോകുന്നു, എല്ലാ കാര്യങ്ങളും വർക്കാകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് ആ ഒരു വ്യക്തി നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ പ്രവർത്തിക്കുമോ എന്നുള്ളത് നിങ്ങൾ സംസാരിച്ച് ഉറപ്പാക്കുക. ഇവിടെ പേഴ്സണൽ നെയിം AEKYJHDFLS എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പേഴ്സൻ്റെ പ്ലേസ് എന്ന് പറയുന്ന കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, കൊല്ലം, ഇടുക്കി ആൻഡ് ബാംഗ്ലൂർ ഇതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം. നമുക്ക് നോക്കാം. ഇവിടെ പോസസീവ്നെസ്, വളരെ പോസസീവായിട്ടുള്ള വ്യക്തിയായിരിക്കാം, സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോ. 6 എന്നൊരു നമ്പർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി നമ്പർ ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, സ്പൈസീസ്, ബിഗ് ഐസ്, വലിയ കണ്ണുകൾ ഉണ്ടായിരിക്കാം, റൗണ്ട് ഫീസ്, സെയിം ഏജ് ആയിരിക്കാം, ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, 37, 35. യെല്ലോ കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം. ലോങ് ഹെയർ, നല്ല നീളമല്ല തലമുടി ഉണ്ടായിരിക്കാം. ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം. ഡാർക്ക് കോംപ്ലക്ഷൻ, വെരി ടോൾ, 12, 10 എന്നൊരു നമ്പർ, 24, 43, 48, 10 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. 11 കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. 444 എന്നൊരു നമ്പർ ഓർ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കും. നമുക്കിനി എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. നമുക്ക് ആർക്കേഞ്ചൽ സാമുവലിനോട് തന്നെ ചോദിക്കാം. ഡിയർ ആർക്കേഞ്ചൽ സാമുവൽ, പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു. എന്താണ് ആർക്കേഞ്ചൽ നമുക്ക് നൽകുന്ന സന്ദേശം? യെസ്, ഇവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്ത എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇറ്റ്സ് അപ്പ് ടു യു എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം. നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില പേർക്ക് ഈ ഒരു വ്യക്തി ഏതൊക്കെ സാഹചര്യത്തിലായാലും നിങ്ങളിലേക്ക് വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാവാം. ചില ആൾക്കാർ ഇത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം, യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ട് വിട്ട് കളഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ലവ് യു ഓൾ.